Hi guys, welcome back. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു അപ്ഡേഷനോട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ഡോർ പാഡ് ഇച്ചിരി മടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിലെ ഡോർ പാഡ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. 2 ഡോർ പാഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഓൺലൈൻ തിരക്കിയപ്പോൾ നമുക്ക് 6000 രൂപ വില പറഞ്ഞ സാധനം വെറും 400 രൂപയ്ക്കാണ് നമ്മൾ 2 എണ്ണം ബാക്കിൽ മേടിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് അത് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം ഇച്ചിരി പഴകിയതാണ്, ഒരു പഴയ സെന്നിൻ്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്ന് സ്പ്രേ പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ സ്പ്രേ പെയിന്റ് മേടിക്കാൻ പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ ആരഞ്ചർക്കലിൽ നമ്മളിപ്പം സ്പ്രേ പെയിന്റ് മേടിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ FB പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ FB പേജ് ഫോളോ ചെയ്യാൻ കൂടെ മറക്കണ്ട. അപ്പം നമുക്ക് നേരെ ഇനി ഷോപ്പിൽ ചെന്നിട്ട് കാണാം. ആറ്റത്തിന് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഫീല് തന്നെയാണ്. ശരിക്കും മാരുതി സെൻ ഓടിക്കുന്ന ആ ഒരു ഫീല് പൊളി ഫീൽ തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ നേരെ പോകണം നമ്മുടെ അടുത്തുള്ള ഷോപ്പിലാണ്. അവിടെ സ്പ്രേ പെയിന്റ് മേടിക്കാൻ വേണ്ടിയാണ്. 150 രൂപയെന്ന് തോന്നുന്നു ഒരു ബോട്ടിലിൽ. എനിക്ക് തോന്നുന്നു ഒരു ബോട്ടിൽ മതിയാവുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ സ്പ്രേ പെയിന്റ് മേടിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഡോർ പാഡിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ, എന്നിട്ട് നമ്മളത് റീസ്റ്റോർ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം. പെയിന്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി സ്പ്രേ പെയിന്റ് വാങ്ങി വന്നതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ സ്പ്രേ പെയിന്റ് മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ മാസ്ക് ഇപ്പോൾ മുഖ്യമാണ് കേട്ടോ. അപ്പോൾ സ്പ്രേ പെയിന്റ് ബാക്കിൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇരിപ്പുണ്ട്, ബാക്കിൽ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ സ്പ്രേ പെയിന്റ്. 150 രൂപയുടെ ഒരു ബോട്ടിലാണ് കേട്ടോ. ഇത് നമുക്ക് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. വണ്ടി ഓടിക്കുവാണ്, അധികം സംസാരിക്കുന്നില്ല. വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതെ ചിങ്കോളിയെ നമ്മുടെ ഡോർ പാഡുമായിട്ട് ഇരിപ്പുണ്ട്. കേട്ടോ, ഡോർ പാഡ് കാണിച്ചു കൊടുത്തേ. അത് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോർ പാഡ്. ഫൈബർ ഡോർ പാഡാണ് കേട്ടോ. അപ്പോൾ ഈ ഡോർ പാഡിന് ഏകദേശം 16,000 രൂപ വിലയാണ് നമുക്ക്. സോറി, അത് കുഴപ്പമില്ല, അത് കിടന്നോട്ടെ. ഒരു 16,000 രൂപ വിലയാണ് നമുക്ക് ഓൺലൈൻ നോക്കിയപ്പം കാണിച്ചത്. ഈ ബാക്കിൽ 2 ഫ്രണ്ടിൽ 2 കൂടെ. അപ്പോൾ ഇത് നമുക്ക് വെറും 400 രൂപയ്ക്കാണ് നമ്മുടെ അടുത്തൊരു ആക്രി കടയിൽ നിന്ന് നമ്മൾ ആക്രി പറഞ്ഞാൽ സ്ക്രാപ്പ്, നമ്മളിപ്പോൾ ഉള്ളവർക്ക് സ്ക്രാപ്പാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതെ സ്ക്രാപ്പ് ഷോപ്പിൽ ഇപ്പോൾ എടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മളിനി പരിപാടി തുടങ്ങാൻ പോകണം. അപ്പോൾ സംഭവം ക്ലീനൊക്കെയാണ് കേട്ടോ. പക്ഷേ നമുക്കൊരു ഫിനിഷിങ് ഒരു പുത്തൻ ആയിട്ട് തോന്നണേ നമുക്ക് ഇച്ചിരി മാറ്റ് ബ്ലാക്ക് കൂടെ അടിക്കുകയാണെങ്കിൽ അടിപൊളിയാണെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ നമുക്കിനി പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി ഫെയ്ഡാണ്. നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടി ഇച്ചിരി ഫെയ്ഡാണ് ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് ഓർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു കോട്ടൊന്ന് ബ്ലാക്ക് ജസ്റ്റ് ഒന്ന് പൂശിയേക്കാന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുവാണ്. പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ആദ്യം ഒന്ന് കളയുവാണ്. നമ്മൾ സ്പ്രേ പെയിൻറ്റിങ് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രേ പെയിൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇതിൽ പൂശാൻ പോകുന്നത്. അപ്പോൾ ചിങ്കുളിയാണ് അടിക്കാൻ പോകുന്നത്. ചിങ്കുളിയാ നീ അടിക്കും, ഞാൻ അടിക്കാം. ആര് ഞാൻ അടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അടിക്കുകയാണെങ്കിൽ പെയിൻറ്റ് ലാഭമായിരിക്കും അല്ലേ? നീ അടിക്കുകയാണെങ്കിൽ പെയിൻറ്റ് നഷ്ടമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ചിങ്കുളിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഞാനായിരിക്കും പെയിൻറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഗൈസ് നമുക്ക് ക്യാമറ ഒന്ന് മാറ്റാൻ എന്നിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ. കാര്യം നമ്മളിത് അടിക്കുന്ന സമയത്ത് പറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലെൻസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഡോർ പാഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിങ്കുളിന് അടുത്ത ഡോർ പാഡ് സെറ്റ് ചെയ്യുവാണ് ഇവിടെ. ആ സമയത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഡോർ പാഡിൽ പെയിൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ മാസ്ക് വെച്ചിട്ടുണ്ട്. കാര്യം മാസ്ക് ഇല്ലെങ്കിൽ ഇതിനകത്ത് ചെറിയ കണികകളാണ്, അറിയാലോ, ചെറിയ തരിതയാണ്. അപ്പോൾ നമ്മൾ വലിച്ചു കെട്ടിയ പ്രശ്നമാണ്. 2 വർഷം പണി കിട്ടിയത് അതുകൊണ്ടാണ്. അപ്പോൾ സ്പ്രേ പെയിന്റ് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. വലിയ നമ്മൾ പ്രോയൊന്നും അല്ല, എന്നാലും ജസ്റ്റ് നമുക്ക് നോക്കാം അല്ലേ ചിങ്കു? അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുവാണ്. അപ്പോൾ ഇച്ചിരി അകത്ത് പിടിച്ച് നമുക്ക് അടിക്കാം. അപ്പോൾ എൻ്റെ അടി ശരിയായിട്ടില്ല. അപ്പോൾ ചിങ്കുളി തുടങ്ങാൻ വേണ്ടി പോവാണ്. ചിങ്കു അടിപൊളി. അങ്ങനെ അല്ലടിയാ, ചിങ്കോളിന്റെ അടി ശരിയല്ല, ചിങ്കോളിന്റെ അടി ശരിയല്ല, ഇങ്ങനെ അല്ല. ദിസ് ഈസ് നോട്ട് റൈറ്റ്. അപ്പൊ ഗൈസ് നമ്മൾ ഒരു ഡോർ പാഡ് അങ്ങനെ പെയിന്റിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഉണങ്ങിയിട്ടില്ല, അതാണ് ഒരു ഫിനിഷിംഗ് ഇല്ലാത്തത്. അപ്പൊ ഉണങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ അടുത്ത ഡോർ പാഡ് ഇവിടെ അടിക്കാൻ പോവാണ്. അപ്പൊ ഗൈസ് നമ്മുടെ 2 ഡോർ പാഡ്സ് നമ്മുടെ പെയിന്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത് ഇന്നത്തെ ദിവസം ഫുള്ളിരുന്ന് ഉണങ്ങട്ടെ. അപ്പൊ നാളെ നമുക്ക് എന്നെ കറക്റ്റ് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നാളത്തെ ദിവസം കാണാം. അതിനുശേഷം നമ്മളത് സെറ്റ് ചെയ്യുന്നതും കൂടെ നിങ്ങളെ നാളത്തെ ദിവസം കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നാളെ കാണാം. ബൈ. 2 days later. അപ്പോൾ ഗൈസ് നമ്മുടെ ഡേ 2 എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ പെയിന്റ് ചെയ്യാൻ വെച്ചത് ഡോർ പാഡ് അങ്ങനെ ഉണങ്ങി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കണ്ട അപ്പോൾ
നമ്മുടെ ഡോർ പാഡ് പക്കയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ ചിങ്കുകളിൻ്റെ ഒന്നും താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയ 2 പാടുണ്ട് കേട്ടോ. പക്ഷേ അത് നമ്മൾ സാരമാക്കുന്നില്ല. ഏതൊരെണ്ണത്തിനും പക്കാ പെർഫെക്ഷൻ നല്ലതല്ല. അത് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡോർ പാഡും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ എന്താ ചിങ്കു നമ്മൾ ഇനി ചെയ്യാൻ പോണേ? ഇത് സെറ്റ് ചെയ്യാൻ പോകണം. നമ്മുടെ നിർണായകമായ ദിവസമാണ് ഗൈസ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡോർ പാഡ് മാറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഡോർ പാഡ് മാറ്റുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഡോർ പാഡ് മൊത്തത്തിൽ പോയി. ഇതിൻ്റെ ഈ ഡോർ പാഡിൻ്റെ അവസ്ഥ തന്നെയാണ് നമ്മുടെ ആ സൈഡിലെ ഡോർ പാഡിനും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഡോർ പാഡ് ചേഞ്ച് ചെയ്യാൻ പോണത്. അപ്പം നമ്മുടെ ഈ ഒരു മോഡൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള സെന്നിൻ്റെ ഒക്കെ ഡോർ പാഡ് വരുന്നതെന്ന് പറയുന്നത് ഫൈബറാണ്. നമ്മുടെ ഇരിക്കുന്ന ഈ ടൈപ്പ് ഡോർ പാഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. നോർമലി നമ്മുടെ ഈ ഡോർ പാഡ് ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഫൈബർ ഡോർ പാഡ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അധികം സമയം കളയാതെ തന്നെ നമുക്ക് ഈ ഡോർ പാഡ് മാറ്റാം. അപ്പോൾ ഫ്രണ്ടിലത്തെ ഡോർ പാഡിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഡോർ പാഡിന് വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഈ ഡോർ പാഡിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡോർ പാഡ് നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ആകെ മാറ്റേണ്ട ആവശ്യം വരുന്ന ഡോർ പാഡെന്ന് പറയുന്നത് നമ്മുടെ ഈ ബാക്കിലെ ഡോർ പാഡ് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഇത് നോർമലി നമ്മുടെ വണ്ടി എടുത്ത സമയത്തുണ്ടായിരുന്ന ഡോർ പാഡാണ്. അതായത് വണ്ടി ഇറങ്ങിയ സമയത്തുണ്ടായിരുന്ന ഇത്രയും വർഷം ഇത് നിന്നിട്ടുണ്ട്. ഇത് വുഡാണ് കേട്ടോ. നമുക്കിത് ഇങ്ങനത്തെ ഒരു ഫൈബറല്ല, ഇത് വുഡാണ്. എന്തോ ഒരു നമ്മുടെ വുഡ് ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ അതാണ് നമ്മൾ മാറ്റി നമ്മളിപ്പം ഫൈബർ ആക്കാൻ പോകുന്നത്. സൈസിൻ്റെ അവസ്ഥ കണ്ടത് ഞാൻ ശരിക്കും പൊളിക്കാതെ വെച്ചിരുന്ന കേട്ടോ. കാര്യം നമ്മുടെ ഡോർ പാഡ് കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ പൊളിക്കാതെ ഞങ്ങൾ ഫൈബറൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാണ് അല്ലേ? അപ്പം ഫൈബർ ചെയ്യുന്നതിനൊക്കെ നല്ല റേറ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് നൈസായിട്ട് ഇങ്ങനെ ഒഴിവാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും ഈ ഡോർ പാഡ് ഇന്ന് നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് അഴിക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ ആയിട്ട് നമുക്കൊരു സ്ക്രൂ ഉണ്ട്. ഇതിൻ്റെ അകത്തായിട്ട് നമുക്കൊരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂ ആണ്. അപ്പോൾ ആ സ്ക്രൂ ഒന്ന് അഴിക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ ഹാൻഡിലിൻ്റെ അകത്തും ഇവിടെ ആയിട്ട് 2 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അതും അഴിക്കുക. അഴിച്ച് കഴിയുമ്പോൾ ഈ ഡോർ പാഡ് മൊത്തത്തിൽ നമുക്ക് ഊരിയെടുക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ സാധനം കൂടെ അഴിക്കണം. ഇത് അഴിക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അതായത് ഇതിൻ്റെ അകത്തായിട്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ട് നമ്മൾ തിരികെ കഴിയുമ്പോൾ ഒരു പിന്നുണ്ട്. ആ പിന്ന് ജസ്റ്റ് ഇങ്ങനെ ഊരിങ്ങി പോരും. അപ്പോൾ ഇതും ഊരിയും വരും. എന്നാൽ മാത്രമേ നമുക്ക് അഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളിത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത്. ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയാൽ പിന്നും തട്ടിക്കഴിഞ്ഞാൽ പരിപാടി നടക്കും. അപ്പോൾ ഗൈസ് നമ്മൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചു. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോർ പാഡ് ഊരിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നൈസായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. ഊരിങ്ങി പോരും. ഇപ്പോൾ ചിക്കു ഒന്ന് വലിച്ചടാം. ഒറ്റ വലിച്ചോ. അത് തന്നെ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പിടിച്ചിട്ടുണ്ട് ഡോറെ. വലിച്ചോ. അപ്പം വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഡോർ പാഡ് ഇപ്പം ഇതിൻ്റെ അവസ്ഥ ദാരുണമായതുകൊണ്ടാണ് ഇങ്ങനെ തകർന്നൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ ഞാൻ ചെയ്തതാണ് കേട്ടോ. നമ്മൾ അന്ന് ഇത് ആ സൈഡൊക്കെ പോയ സമയത്ത് നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ഇവന് സമാധി അല്ലേ, അങ്ങനെ ഉണ്ടോ പറയാൻ? ഓക്കെ, അപ്പോൾ ഇനിയുള്ള പരിപാടി നമ്മുടെ ഫൈബർ ഡോർ പാഡ് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ച് നോക്കാം അല്ലേ ആദ്യം നമുക്ക്. അല്ലേ അടച്ചിക്കൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ഡോർ പാഡ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം നാളുടെ ആഗ്രഹത്തിന് ശേഷം നമ്മൾ അങ്ങനെ ഫൈബർ ഡോർ പാഡ് ഒരെണ്ണം സെറ്റ് ചെയ്തു. അപ്പം ഇത് ഫുള്ള് ലോക്കാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ചിങ്കുമ്പോൾ പ്രസ് ചെയ്യുന്ന പോലെ പ്രസ് ചെയ്യുമ്പം ലോക്കായി വരും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഊരി എടുക്കുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാം. ഓക്കെ, അപ്പം ഈ സൈഡിൽ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആകെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പിടിക്കാനുള്ളൊരു ഹോൾഡറുണ്ട്. സാധാ മറ്റേ സെൻറ്റിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പ്രത്യേകം ക്ലാമ്പ് ഉണ്ട് അല്ലേടാ. പക്ഷേ ഇതിൽ നമുക്ക് ക്ലാമ്പില്ല. അപ്പോൾ അതെന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ഡോർ പാഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ചിങ്കോളിനാണ് അപ്പം സ്ക്രൂ ഡ്രൈവറൊക്കെ ആയിട്ട് കയറി അയക്കുന്നത്. ചിങ്കു വരെ നടക്കുവാണ്. കുറേ നേരം ഒരു സ്ക്രൂവും വെച്ചോണ്ടിരിക്കുവാണ്. ആണല്ലേ? അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം ഞാനൊന്ന് അഴിക്കാൻ ശ്രമിച്ച് നോക്കട്ടെ. അപ്പോൾ ഡോർ പാഡ് ഈ ഡോർ പാഡിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഊരിയെടുക്കാവുന്ന കാര്യമുള്ളൂ ഈ ഡോർ പാഡ്. ഓ ഗൈസ്, നമ്മൾ ഡോർ പാഡ് ഊരിയെടുത്തിരിക്കുകയാണ് ഗൈസ്. യെസ്, കുത്തിപ്പൊളിക്കേണ്ടി വന്നില്ല. സ്ക്രൂ ഓൾറെഡി പോയിരിക്കുകയാണ്. അവിടെ തന്നെ അവൻ സുഖമായിരിക്കുകയാണ്, നിദ്ര കൊള്ളുകയാണ് അവൻ. അപ്പോൾ ഗൈസ് കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളങ്ങനെ ഡോർ പാഡ് അയച്ചെടുത്തു. 2 ഡോർ പാഡ് നമ്മൾ അയച്ചെടുത്തു. ആ സൈഡ് നമ്മൾ സെറ്റ് ചെയ്തു ഓൾറെഡി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അനിയൻ പണിയുന്നുണ്ട് അതിട്ട്. അപ്പം അടുത്ത ഡോർ പാഡ് നമ്മളങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി അഴിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ സംഭവം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ ആണ് കേട്ടോ. ബാക്കിൽ ഡോർ സെൻട്രൽ ലോക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ആക്ച്വേറ്ററാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വയറും കണക്ഷൻസും ഒക്കെയാണ് ഈ പോയിരിക്കുന്നത്. പിന്നെ നമ്മുടെ വൈൻഡറും കാര്യങ്ങളൊക്കെ ഇനി ബാക്കിലെ വിൻഡോ പവർ വിൻഡോ ആക്കണമെന്നൊരു പ്ലാൻ ഉണ്ട്.
ഉടനെ ഒന്നും ഇല്ല, എന്നാലും നമുക്ക് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. വണ്ടി ഫുൾ ഓപ്ഷൻ ആക്കി ഇറക്കണമെന്ന്. അതും അപ്ഡേറ്റ്സുകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. ഇനി പവർ വിൻഡോ കയറ്റണം, അതേപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് കയറ്റണം, ബാക്ക് വിൻഡോ. നമ്മുടെ വണ്ടി പിന്നെ ഗ്ലാസ് താത്തിട്ട് ഓടിക്കാറില്ല, ബാക്കിലായിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പുറത്തേക്ക് തുറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും പവർ വിൻഡോ എന്താ ചിങ്കു പവർ വിൻഡോ ചിങ്കുളിയും പറഞ്ഞാൽ പിന്നെ അപ്പുറം ഇല്ല. ഫ്രണ്ട് 2 ഡോർ നമ്മൾ പവർ വിൻഡോ ആക്കി. അപ്പോൾ മച്ചാമാരെ നമ്മളിപ്പം എന്തായാലും ഡോർ പാഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത്രയും ദിവസത്തേക്കും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ വെച്ചും അതേപോലെ തന്നെ ഒരു യൂസർ റിവ്യൂ എന്ന രീതിയിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോർ പാഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഡോർ പാഡ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പക്കായ രീതിയിൽ തന്നെ 2 ഡോർ പാഡ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഡോർ പാഡ് നല്ല സെറ്റപ്പ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയുടെ വർക്ക് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 2 ഡോർ പാഡും ചേഞ്ച് ചെയ്ത് ഫൈബർ ഡോർ പാഡ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ ലുക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അടിപൊളിയാണ്. ബാക്കിലെ ഫൈബർ ഡോർ പാഡ് കയറിയപ്പോൾ തന്നെ വണ്ടിയുടെ ബാക്കിലത്തെ ലുക്ക് തന്നെ മാറിയെന്ന് കൂടെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം നമ്മളോട് സഹായിച്ചത് നമ്മുടെ സ്വന്തം ചിങ്കുളിയനും പിന്നെ എൻ്റെ അനിയനുമാണ്. അപ്പോൾ ഇവരാണ് നമ്മളോട് നിന്ന് എല്ലാ വർക്കും ചെയ്യാൻ സഹായിച്ചത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഗോവിന്ദ് സൈനിങ് ഔട്ട്.